ടിഷ്യൂ ലിനൻ ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് സ്യൂട്ട് ഉണ്ട്. 4 ഷെയ്ഡ്സ് ഉണ്ട് ഇതിൽ. അതേപോലെ തന്നെ പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഡിസൈനും ഉണ്ട്. ഇതെല്ലാം സിംഗിൾ ആയിട്ട് വന്നിട്ടുള്ളതാണ്. സിംഗിൾ ഷെയ്ഡ് സിംഗിൾ ഡിസൈൻ ആയിട്ടാണ് ഈ 2 ഡിസൈൻ വരുന്നത്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് നമുക്ക് ഈ ലിനൻ ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ വന്നിട്ടുള്ള സെറ്റാണ്. ഇത് ഡിജിറ്റൽ പ്രിൻറ്റഡ് ആണ്. ഇതിൽ വരുന്ന ഫ്ലോറൽ പാറ്റേൺ ഇപ്പം നമുക്കൊരു ക്യാഷ്വൽ യൂസിന് പറ്റിയതാണ്. ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും വരുന്നത് 1499 റേഞ്ചിലാണ്. ഇതിലുള്ള ഫാബ്രിക്കിൽ വരുന്നത് ടിഷ്യൂ ത്രെഡും അതേപോലെ തന്നെ ലിനൻ്റെയും കൂടെ ഡബിൾ ആ ഒരു ത്രെഡിൻ്റെ വീവിങ് ആയിട്ടാണ് വരുന്നത്. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ എടുത്ത് അങ്ങനെ ഷൈനിങ് ആയിട്ട് നിൽക്കുന്നതല്ല, വളരെ സട്ടിലായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്ലോറൽ പാറ്റേൺ ഗോൾഡൻ യെല്ലോയും ഉണ്ട്, ഓഫ് വൈറ്റും ഉണ്ട്. ബാക്ക് സൈഡിലും ആ സെയിം പാറ്റേൺ തന്നെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ബ്ലെൻഡ് ആയിട്ട് തന്നെ വരുന്ന ദുപ്പട്ടയാണ്. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പാറ്റേണും ഉണ്ട്, പിന്നെ ഫ്ലോറൽ ഡിസൈനും കൂടെ ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ട് ഈ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ വരുന്നത് ബ്രൗൺ ഷെയ്ഡ്സും ഒക്കെ ആയിട്ടാണ്. സൈഡിൽ ബോർഡറും വന്നിട്ടുണ്ട്, സിൽവർ സരീയുടെ ആയിട്ടുള്ള ബോർഡറും, എൻഡിലേക്ക് ടാസൽസും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് സിന്തറ്റിക് സിൽക്കിലായിട്ടാണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത്, സെയിം കളർ കോമ്പിനേഷനിൽ. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇനി ഇതിൽ ഷെയ്ഡ്സ് വരുമ്പം അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ലാവൻഡർ ടോണിലോട്ട് ഫ്ലോറൽ ഡിസൈൻ, സെയിം പാറ്റേൺ തന്നെ. ദുപ്പട്ട ഈ ഒരു ഷെയ്ഡിനോട് മാച്ച് ചെയ്യുന്ന പോലെ ലാവൻഡറിന് തന്നെ ഒരു ഹെതർ പേർപ്പിളൊക്കെ ഷെയ്ഡിലോട്ടാണ് കോമ്പിനേഷൻ ഫ്ലോറൽ പാറ്റേണിൽ പോകുന്നത്. ബോട്ടം സിന്തറ്റിക് സിൽക്ക് തന്നെയാണ്. ഇനി ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ടർക്വൈസ് കളറാണ്. അതേ സെയിം പാറ്റേൺ. ഇതാണ് ദുപ്പട്ട, പിന്നെ ബോട്ടം. അപ്പോൾ ഇതിലൊരു കളറും കൂടെ ഉണ്ട്. അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ള റോസ് പിങ്ക് കളറിലോട്ട്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട. നമുക്കിത് റഫ് യൂസിന് പറ്റിയ ഫാബ്രിക്കാണ് കേട്ടോ. ഇപ്പം നമ്മൾ വാഷ് ചെയ്താലും കളറൊന്നും പോകത്തില്ല, ഫെയ്ഡ് ആവില്ല. നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ ഹാൻഡ് വാഷ് ചെയ്യാവുന്നതാണ്, നോർമൽ ഹാൻഡ് വാഷ്. പിന്നെ അടുത്തത് കാണുന്നത് പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. ബ്ലോക്ക് പ്രിൻ്റ് ഫാബ്രിക്കാണ്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് കഷിഷ് ഷെയ്ഡിലാണ്. ഇതിലുള്ള ഫ്ലോറൽ പാറ്റേൺ 2 ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. ഒരു ഓഫ് വൈറ്റും ഗ്രേഡ് തന്നെ ഒരു ലൈറ്റ് ടോണിലും കൂടെ. പിന്നെ കാന്ത സ്റ്റിച്ചസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ സ്കാറ്റേഡ് ആയിട്ട് മിറർ വർക്കും വരുന്നുണ്ട്. ഹെം ലൈനിൽ ക്രോഷ്യ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡും സെയിം പാറ്റേൺ തന്നെ വരും. ഇതിൻ്റെ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലുള്ള ദുപ്പട്ടയാണ്. അതിൽ ഫുള്ളായിട്ട് കുറച്ച് ഹെവി ആയിട്ട് ക്രോഷ്യ ലേസിൻ്റെ വർക്കാണ് വരുന്നത്. അതിങ്ങനെ ബിറ്റ്വീൻ ആയിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. സൈഡിലും ക്രോഷ്യ വർക്കാണ്. പിന്നെ ഇതിൻ്റെ എൻഡിലേക്ക് വരുമ്പം ഇതുപോലെ ഹൊറിസോണ്ടലായിട്ട് വെച്ചിരിക്കുകയാണ് ക്രോഷ്യ വർക്ക്. പിന്നെ ഈ ഒരു പോർഷനിലോട്ട് വരുമ്പോൾ ഫ്ലോറൽ പാറ്റേൺ ഒക്കെ ഇത് ആപ്ലിക് വർക്കായിട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ അതും ക്രോഷ്യ തന്നെയാണ് ഉള്ള പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ ഡിസൈൻ. ബോട്ടം വരുമ്പം കോട്ടണിൽ തന്നെ സെയിം ആ ഒരു കളർ കോമ്പിനേഷനിലോട്ട് വരും. പിന്നെ ഇതിലൊരു ഷെയ്ഡും കൂടെ ഉണ്ട്. അത് ഇതുപോലെ ലാവൻഡർ ഷെയ്ഡിലോട്ട് സെയിം പാറ്റേൺ തന്നെയാണ് ടോപ്പിൽ വരുന്നത്. പക്ഷെ ഇതിൻ്റെ ദുപ്പട്ടയിൽ വ്യത്യാസമുണ്ട്. ദുപ്പട്ട വരുമ്പം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ മിഡിൽ പോർഷൻ ഫുള്ളായിട്ട് ഇതിൻ്റെ ആ ഒരു ഹക്കോബ പാറ്റേൺ വരും. ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങനെയാണ് വന്നിട്ടുണ്ട്. സൈഡിലോട്ട് എംബ്രോയ്ഡറി, പിന്നെ സൈഡിലായിട്ട് ഫുൾ റൗണ്ടായിട്ട് ക്രോഷ്യ ലേസും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചേഞ്ച് ദുപ്പട്ടയിലുണ്ട്. ബോട്ടം പക്ഷേ പ്യുവർ കോട്ടണിൽ തന്നെയായിട്ടാണ് പെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണുന്ന 2 സിംഗിൾ ഡിസൈൻസ് ആണ്. ഇത് ഒറ്റ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളർ ടോണിലോട്ടാണ് ഹക്കോബ ഫാബ്രിക്കും ബ്ലോക്ക് പ്രിൻറ്റും കൂടെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ മിഡിൽ പാനൽ പോലെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ബ്ലോക്ക് പ്രിൻറ്റ്സ് ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് വരുന്നുണ്ട്. ഹെം ലൈനിലോട്ടും ബോർഡറിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിൽ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. സ്ലീവ്സിന് സെപ്പറേറ്റ് ആയിട്ട് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എൻഡിലോട്ട് ക്രോഷ്യ വർക്കും ബ്ലോക്ക് പ്രിൻറ്റ്സും അതുപോലെ ഹക്കോബ ഫാബ്രിക്കും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് സ്ലീവ്സിലോട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം കോട്ടൺ ഫാബ്രിക്കിലാണ്, സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ എൻഡിലോട്ട് വരുമ്പം ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റ്സ് വീതിയിൽ വന്നിട്ട് ഏറ്റവും എൻഡിലായിട്ട് ഹക്കോബ ഫാബ്രിക്കിൻ്റെ ഒരു ബോർഡറായിട്ട് അറ്റാച്ച് ചെയ്ത് ക്രോഷ്യ വർക്കും പിന്നെ 4 കോർണറിലും ടാസൽസും വരുന്നൊരു ഡിസൈനാണിത്. ബോട്ടം ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് ഷെയ്ഡിലോട്ട് പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു ഭംഗിയുള്ള സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നതാണെങ്കിലും 1549 റേഞ്ചിലാണ്. ആ ഒരു റേഞ്ചിൽ നല്ല ഭംഗിയുള്ള പാറ്റേൺ. അടുത്തത് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ്. ഇതൊരു സിംഗിൾ ഷെയ്ഡ് സിംഗിൾ ഡിസൈനാണ്. ബ്ലാക്കും ഒരു ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ്. പിന്നെ ഒരു ബ്ലൂയിഷ് ഗ്രേ, എന്നാലും ബ്ലൂ ഷെയ്ഡാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. മിഡിൽ പോർഷനിൽ ഇതിൻ്റെ ലൂപ്പും ബട്ടണും, അതും വുഡൻ ബട്ടണാണ്. അതിങ്ങനെ താഴെ വരെ കൊടുത്തിട്ട് ഏറ്റവും എൻഡിലായിട്ടുള്ളൊരു സ്ലിറ്റ് വരുന്നുണ്ട്.
അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുമ്പം പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഓവറായിട്ട് കൊടുക്കേണ്ട, ഓൾറെഡി ഡിസൈൻ ഉണ്ട്. നെക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് ഇതിൻ്റെ കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹെം ലൈനിലായിട്ട് ഡബിൾ ബോർഡർ വരുന്നുണ്ട്. ഇതുപോലെ ബ്ലാക്കും ഒരു ഗ്രേ ഷെയ്ഡിൻ്റെയും കൂടെ ഒരു ബ്രൗൺ കളറിൻ്റെയും കൂടെ ബോർഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അടുത്ത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഷിഫോൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ട. അതിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്, ഫാബ്രിക് പെയിൻറ്റ് വന്നിട്ടുള്ള ദുപ്പട്ടയാണ്, ഫ്ലോറൽ ഡിസൈൻ. അപ്പം ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ബോട്ടം വരുമ്പം പ്യുവർ കോട്ടണിലാണ്, ബ്ലാക്ക് കളറിൽ. ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് 2189 റേഞ്ചിലാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. നമ്മളിന്ന് കണ്ടത് അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.